നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങി. കേരളം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പോയതോടുകൂടിയാണ് സർക്കാർ പിൻവാങ്ങിയത്. പുനരധിവാസത്തിന് പകരം സർക്കാരിന് പണത്തിൽ കണ്ണുവന്നു തുടങ്ങിയതോടുകൂടിയാണ് പുനരധിവാസം താളം തെറ്റിയത്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പിണറായി സർക്കാർ പിന്തുടരുന്ന പതിവ് തന്ത്രം തന്നെയാണ് ഇക്കുറിയും പറയുന്നത്. സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി വയനാട് സഹായത്തിലൂടെ മറികടക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. സർക്കാരിന് അപ്രിയമായ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറികടക്കാൻ മറ്റേതെങ്കിലും വിവാദം ഉണ്ടാക്കുന്നത് സർക്കാരിനെ നയിക്കുന്ന പബ്ലിക് റിലേഷൻസ് ടീമിന്റെ തന്ത്രമാണ്. വയനാട് പുനരധിവാസം പാളുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങൾ നൽകി തുടങ്ങിയതോടുകൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊടുന്നനെ വിവാദമായത്. അതോടെ വയനാട് വിട്ട് മാധ്യമങ്ങൾ കിടപ്പറ രഹസ്യങ്ങളിലേക്ക് മാറി. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുന്നുവെന്നാണ് സർക്കാർ പറയുന്നത്. 119 പേരാണ് നിലവിൽ കണ്ടെത്താനുള്ളത്. തെരച്ചിൽ സംഘത്തിൽ ആളുകളെ വെട്ടിക്കുറച്ചത് കാരണം രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണ്. വയനാട്ടിൽ ഇപ്പോഴും ഇടവിട്ട് മഴ ശക്തവുമാണ്. അതേസമയം ക്യാമ്പുകളിൽ 97 കുടുംബങ്ങൾ തുടരുകയാണ്. ഇതുവരെ 630 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. സർക്കാർ പതിയെ പിൻവാങ്ങിയതോടുകൂടി പ്രതിസന്ധിയിലായത് പുനരധിവാസിക്കപ്പെടാത്ത പാവപ്പെട്ടവരാണ്. തെരച്ചിലിന്റെയും രക്ഷാപ്രവർത്തനത്തിന്റെയും ചുമതലയുണ്ടായിരുന്ന നോഡൽ ഓഫീസർ വിഷ്ണുരാജ് വയനാട് വിട്ടിട്ട് ഒരാഴ്ചയായി. സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം ഒരുക്കിയിരുന്ന കമ്മ്യൂണിറ്റി കിച്ചനും പൂട്ടിയിട്ട് ഒരാഴ്ചയായി. ദുരന്തമുഖത്ത് ഇപ്പോഴും ബാക്കിയുള്ള സേനാ വിഭാഗങ്ങൾക്ക് ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം എത്തിക്കുന്നത്. 2 ദിവസം കൂടി ഭക്ഷണം മതി എന്നാണ് അവർക്ക് കിട്ടിയ അറിയിപ്പ്. എന്നാൽ NDRFന് വിടുതൽ രേഖ നൽകിയിട്ടുമില്ല. DNA ഫലങ്ങൾ കിട്ടിത്തുടങ്ങിയെന്ന് പലതവണ മന്ത്രിസഭാ സമിതി അംഗങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിലും മൃതദേഹം തിരിച്ചറിഞ്ഞതായി വ്യക്തമായിട്ടുമില്ല. ബന്ധുക്കളുടെ സാമ്പിളുകളുമായി ഒത്തുനോക്കിയിട്ടുള്ള ഫലം ബന്ധുക്കളുടെ സാമ്പിളുകൾ ഒത്തുനോക്കിയിട്ടുള്ള ഫലങ്ങൾ വൈകുകയും ചെയ്യുന്നു. കൂടുതൽ മൃതദേഹമോ ശരീരഭാഗങ്ങളോ കിട്ടിയ ചാലിയാർ തീരം, സൂചിപ്പാറ വനമേഖല എന്നിവിടങ്ങളിലും തെരച്ചിൽ നിർത്തിയിരിക്കുകയാണ്. എന്നാൽ തെരച്ചിൽ നിർത്തിയെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദമാക്കിയത് വയനാട് വാർത്തകളിൽ നിന്നും മുക്കാൻ വേണ്ടി മാത്രമാണ്. വയനാട് പുനരധിവാസത്തിനായി ചെലവാക്കാൻ സർക്കാർ പറയുന്ന കണക്കുകൾ യഥാർത്ഥത്തിന് നിരക്കാത്തതാണ് എന്ന ആക്ഷേപവും ഉയരുകയാണ്. പുനരധിവാസത്തിനായി സർക്കാർ വേണമെന്ന് പറയുന്ന യഥാർത്ഥ തുക യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നില്ല എന്നാണ് കണക്കുകൾ നിരത്തി വ്യക്തമാകുന്നത്. കാലറി ചാലഞ്ച് ഉൾപ്പെടെ വരാനിരിക്കെ വയനാട്ടിലെ രക്തം ഊറ്റിക്കുടിക്കുന്ന ഒന്നായി സർക്കാർ മാറിയിരിക്കുകയാണ്. 729 കുടുംബങ്ങളാണ് ക്യാമ്പുകളിലുള്ളത്. ഓരോ കുടുംബത്തിനും 1 കോടി രൂപ വീതം നൽകിയാലും 729 കോടി മതിയെന്ന് മാധ്യമങ്ങൾ പറയുന്നു. അടിയന്തര പുനരധിവാസത്തിന് 2000 കോടി വേണമെന്നാണ് സർക്കാർ പറയുന്നത്. കൂടാതെ മൊത്തത്തിലുള്ള അതിജീവന പാക്കേജായി അതിന്റെ 4 ഇരട്ടിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇതിനെ ചോദ്യം ചെയ്യുകയാണ്. വസ്തു വാങ്ങി വീട് വെക്കുക, വീടുപകരണങ്ങൾ, വരുമാന മാർഗം ഒരുക്കൽ തുടങ്ങിയവയാണ് അടിയന്തര ആവശ്യങ്ങൾ. ക്ഷീരമേഖലയിൽ 68.13 ലക്ഷത്തിന് നഷ്ടമെന്നാണ് സർക്കാർ കണക്ക്. 2.5 കോടി രൂപയുടെ നഷ്ടമാണ് മൃഗസംരക്ഷണ മേഖലയിൽ ഉണ്ടായത്. ഇത് 2 കൂടി 3 കോടിയിൽ താഴെയാണ്. അങ്ങനെ നോക്കിയാൽ തന്നെ കൃഷിനാശത്തിന്റെയും കന്നുകാലികളുടെ നാശത്തിന്റെയും നഷ്ടപരിഹാരം തുടങ്ങിയവയ്ക്ക് എല്ലാം കൂടി ഒരു കുടുംബത്തിന് 1 കോടിയിലധികം മതിയാകുമെന്നാണ് ചർച്ച. സർക്കാർ പറയുന്നത് പോലെ ടൗൺഷിപ്പ് ഒരുക്കുകയാണെങ്കിൽ പോലും 2000 കോടി എന്തിനാണെന്നാണ് സാമ്പത്തിക വിദഗ്ധരും ചോദിക്കുന്നത്. ഇപ്പോൾ തന്നെ നിരവധി സംഘടനകളും വ്യക്തികളും ഭൂമിയും വീടും നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇതുവരെ പുറത്തുവന്ന കണക്കനുസരിച്ച് തന്നെ വീടുകൾ 1000-ഓട് അടുക്കുകയുമാണ്. അപ്പോൾ വീട് നിർമ്മാണ ചെലവ് സർക്കാരിന്റെ ചുമലിലില്ല. ടൗൺഷിപ്പിന് ആവശ്യമായ ഭൂമി നൽകാമെന്ന് ചില വ്യക്തികളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വീട്ടുപകരണങ്ങൾ വാഗ്ദാനം ചെയ്തവരുമുണ്ട്. 197.5 കോടി രൂപ ഇന്നലെ വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്തിയിട്ടുമുണ്ട്. റോഡും പാലവും കുടിവെള്ളവും വൈദ്യുതിയും ഒരുക്കുക മാത്രമാണ് സർക്കാരിന്റെ മുന്നിലുള്ള ചെലവ്. അതിന് 2000 കോടി എന്തിന് എന്നാണ് സാമ്പത്തിക വിദഗ്ധരും ചോദിക്കുന്നത്. സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് പ്രാഥമിക നിഗമനത്തിൽ 1200 കോടിയുടെ നഷ്ടമെന്നാണ്. 1055 വീടുകൾ വാസയോഗ്യമല്ലാതെയായി. 231 പേർ മരിച്ചു. 128 പേരെ കാണാതില്ല. 4 പാലം, 209 കടകൾ, 100 മറ്റ് കെട്ടിടങ്ങൾ, 1.5 കിലോമീറ്റർ റോഡ്, 626 ഹെക്ടർ കൃഷിഭൂമി എന്നിവ നഷ്ടമായി എന്നാണ് ഹൈക്കോടതിയെ അറിയിച്ചത്. ഇവയുടെ പുനർനിർമ്മാണം കണക്ക് നോക്കിയാലും സർക്കാരിന്റെ മുന്നിലുള്ള സഹായ വാഗ്ദാനങ്ങൾ മാത്രം മതിയാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇത്രയധികം തുക വയനാട്ടിൽ നിന്ന് ശേഖരിക്കാൻ ഒരുങ്ങുമ്പോൾ വയനാടുകാരോട് കുറച്ചുകൂടി കരുണ കാണിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ചൂരൽമലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ വൃത്തിയാക്കുന്നതാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത്. അവർക്കുള്ള ഭക്ഷണമടക്കം ഒരുക്കുന്നത് വ്യാപാരികളാണ്. ആദ്യത്തെ 2 ആഴ്ച സജീവമായിരുന്ന മന്ത്രിസഭ ഉപസമിതിയിലെ അംഗങ്ങൾ ഓഗസ്റ്റ് 15 ശേഷം ജില്ലയിലെ ദുരന്തബാധിത പ്രദേശത്ത് എത്തിയിട്ടേയില്ല. താൽക്കാലിക പുനരധിവാസം ഇനിയും പൂർത്തിയാക്കാൻ ഉണ്ട്. സ്കൂളുകൾ തുറക്കാനും വൈകുന്നു. തീർപ്പുവേണ്ട ഒരുപാട് വിഷയങ്ങൾ അനന്തമായി നീളുകയാണ്.
മോഹന വാഗ്ദാനങ്ങൾ നൽകിയവരെല്ലാം ആ വഴിക്ക് പോയി, പിന്നെ കണ്ടുകിട്ടാൻ പോലുമില്ല. അതേസമയം വയനാട് മുണ്ടക്കയിൽ ഉണ്ടായ ദുരിതത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരിൽ വീടുകളിലേക്ക് മടങ്ങുന്നവർക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകുമെന്ന് മുസ്ലിം ലീഗ് അറിയിച്ചു. 1.5 കോടി രൂപയുടെ ആവശ്യ വസ്തുക്കളുടെ സഹായം കളക്ഷൻ സെന്ററുകൾ വഴി ലീഗിന് ലഭിച്ചുവെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 27 കോടിയോളം രൂപ വയനാടിനായി സമാഹരിച്ചതായും ലീഗ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. അതായത് സർക്കാരിനേക്കാളും ക്രിയാത്മകമായി ഇടപെടുന്നത് ഇത്തരം സംഘടനകളാണ് എന്ന് വാസ്തവം. അടിയന്തര സാമ്പത്തിക സഹായമായി 15,000 രൂപ വീതം വെള്ളിയാഴ്ച മുതൽ ഓരോ കുടുംബത്തിന് നൽകും. 40 കച്ചവടക്കാർക്ക് 50,000 രൂപ വീതം നൽകും. സർക്കാർ പട്ടികയിലുള്ളവർക്കാണ് ലീഗ് സഹായം നൽകുക. തൊഴിൽ മാർഗമായ ജീപ്പ് നഷ്ടപ്പെട്ടവർക്ക് ജീപ്പ് വാങ്ങി നൽകും. 100 വീടുകൾ നിർമ്മിക്കും. 8 സെന്റ് സ്ഥലവും 1000 സ്ക്വയർ ഫീറ്റ് വീടും. 691 കുടുംബങ്ങൾക്ക് തുകയും നൽകും. ദുരിതബാധിത മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് UAE-യിലെ വിവിധ കമ്പനികളിൽ തൊഴിൽ നൽകും. ഇതിനായി 55 അപേക്ഷകളിൽ നിന്ന് 48 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും നേതാക്കൾ അറിയിച്ചു. ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം കാലതാമസമില്ലാതെ നടപ്പാക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. 75 സർക്കാർ ക്വാർട്ടേഴ്സ് താമസയോഗ്യമാക്കി. 83 കുടുംബത്തിന് ഇവിടെ താമസിക്കാം. 219 കുടുംബം ഇപ്പോഴും ക്യാമ്പിലാണ്. കൂടുതൽ വീടുകൾ കണ്ടെത്തി പുനരധിവാസം വേഗത്തിലാക്കുമെന്നും വിദഗ്ധരുമായി ജനപ്രതിനിധികളുമായും പുനരധിവാസ നടപടികൾ ചർച്ച ചെയ്യാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ കാര്യമായ നടപടികളൊന്നും തന്നെ നടന്നില്ല. ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ബന്ധപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ശേഖരിച്ച ശേഷമാണ് പുനരധിവാസ പദ്ധതിക്ക് അന്തിമ രൂപം നൽകുന്നത്. ദുരിതബാധിത മേഖലയിൽ 729 കുടുംബമായിരുന്നു ക്യാമ്പുകളിൽ ഉണ്ടായിരുന്നത്. നിലവിൽ 219 കുടുംബങ്ങളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. മറ്റുള്ളവർ വാടക വീട് കണ്ടെത്തി അങ്ങോട്ടേക്കോ കുടുംബ വീടുകളിലേക്കോ മാറിയിട്ടുണ്ട്. ഇവർക്ക് സർക്കാർ അനുവദിച്ച വാടക നൽകും. ഇതൊക്കെയാണ് സർക്കാരിന് മുന്നിലുള്ള പദ്ധതി. എന്നാൽ ഇത്രമാത്രം വിജയിക്കുമെന്ന് കണ്ടറിയാം. കാരണം സർക്കാർ ഇപ്പോൾ വയനാട്ടിലല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കൊതിയും നുണയും മാധ്യമങ്ങൾക്ക് അല്പാൽപ്പം ചോർത്ത് നൽകുന്നത് CMO ആണ്. എല്ലിൻ കഷ്ണങ്ങൾ എറിഞ്ഞുകൊടുത്ത മാധ്യമങ്ങളെ വറുതിയിലാക്കുക എന്താണ് നയം? ഇനിയും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. മാധ്യമങ്ങൾക്കും ഇതിൽ സന്തോഷമാണ്. ഏറെ നാളായി ട്രാജഡി മാത്രം വായിച്ചും കണ്ടും കേട്ടും കൊണ്ടിരുന്ന കണക്കുകൾക്ക് മുന്നിൽ ഈ അടൽസൊളിയിലെ പടങ്ങൾ പോലെ ചിലതൊക്കെ ഇട്ടു നൽകിയാൽ കച്ചവടം പൊടിപൊടിക്കും.